തിരുവനന്തപുരത്തേക്ക് കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിന്റെ കയ്യാങ്കളിയിൽ പോലീസ് കേസെടുത്തു. CPM കൗൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്തു. BJP കൗൺസിലറുടെ പരാതിയിൽ CPM കൗൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികളാണ്. മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജിബിൻ JB തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ജിബിൻ, പറയൂ. കൈവിട്ട കളിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉള്ളിൽ അരങ്ങേറി. ഇതിലാണ് ഇപ്പോൾ 3 കേസ് തിരുവനന്തപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. LDF കൗൺസിലർ സിന്ധു നൽകിയ പരാതിയിലാണ് BJP കൗൺസിലർമാരായ 10 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, അതുപോലെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയവർക്കെതിരെയാണ് LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ BJP കൗൺസിലറായിട്ടുള്ള ശ്രുതിയുടെ പരാതിയിലാണ് 5 LDF കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിക്കും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും കലാപാഹ്വാനത്തിനും അതുപോലെ അനധികൃതമായി സംഘം ചേർന്നതിനും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ 6 പ്രതികളും അതുപോലെ തന്നെ കണ്ടാൽ അറിയാവുന്ന 150 പ്രതികളെയുമാണ് ഇപ്പോൾ പ്രതികളായി പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും സമാനതകളില്ലാത്തൊരു സംഘർഷം തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത്. BJP കൗൺസിലറായിട്ടുള്ള സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം കോർപ്പറേഷനിൽ നടന്നു വരികയായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നാലെയാണ് BJPയുടെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കൂടി ഹൈക്കോടതി ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം LDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് LDFന്റെ കൗൺസിലർമാരും BJPയുടെ കൗൺസിലർമാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 3 കേസുകൾ തിരുവനന്തപുരം പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.